ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മാനേജർ പറയുകയാണ് അവിടെ ഒരു കപ്പിൾസ് ഉണ്ടെന്ന് പറയുമ്പോൾ രാധികാമ്മ ആ മുറിയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിപ്പോൾ അയാൾ പറയുകയാണ് വൈഫിനെന്തോ തീരെ വയ്യ, കുറേ തവണ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പം വിനോദ് ഇങ്ങനെ കളിയാക്കി ചോദിക്കുവാണ്, അതെന്താ ഛർദ്ദിച്ചേ, വേറെ വല്ല വിശേഷമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കൊക്കെ മാനേജർ അതൊന്നും അല്ല, അത് ഈ കായലിൻ്റെ കാറ്റൊക്കെ അടിച്ചിട്ടുള്ള ഇതാണെന്നാണ് തോന്നുന്നത്. അവരിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ റൊമാൻസ് കണ്ടാൽ തന്നെ അറിയാം അത്ര റൊമാൻറ്റിക്കാണ് രണ്ടുപേരും എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രാധികാമ്മ പയ്യെ എഴുന്നേറ്റ് എന്നിട്ട് വരുണിനോട് പറയാം അവരുമായിട്ട് എങ്ങനെയും കമ്പനിയായിട്ട് അതൊക്കെ നോക്കി കണ്ടു പഠിച്ച് രേഖയുടെ അടുത്ത് ചെന്ന് പയ്യെ ചേർന്ന് നിൽക്കാൻ നോക്ക്, എങ്കിലേ ഇനി നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെയാണ്. ഗീതുവിൻ്റെ ഛർദിയൊക്കെ മാറിയ സന്തോഷത്തിൽ ഇങ്ങനെ ഗോവിന്ദ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഗീതു ചിന്തിക്കുന്നുണ്ടോ എന്നോട് എന്ത് സ്നേഹമാണെന്ന് ചിന്തിക്കുമ്പോൾ ഗോവിന്ദ് പറയാം, അല്ല നീർക്കോലി അടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ, ഇനിയിപ്പം നിനക്ക് ഛർദിയാണെങ്കിൽ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു എൻ്റെ വിഷമം എന്ന് പറയുമ്പോൾ ഗീതുവിന് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. ഗീതു പറയുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാതിലിൽ വന്ന് 2 സ്റ്റാഫ് മുട്ടുവാണ് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, സാർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും പിന്നെ ഫസ്റ്റ് നൈറ്റിന് റൂം അറേഞ്ച് ചെയ്യേണ്ട പരിപാടിയൊക്കെ ഉണ്ട്, നിങ്ങൾ ഡിന്നറിന് പോകാവുന്ന സമയത്തേക്ക് ഞങ്ങൾ ഈ റൂം റെഡിയാക്കാമെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഗീതുവിനാകെ നാണക്കേടാവുകയാണ്. അപ്പോൾ ഗീതു പറയാം നിങ്ങൾ എല്ലായിടത്തും എന്നെ നാറ്റിച്ചേ അടങ്ങുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, അല്ല അങ്ങനെ ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് രാധികാമ്മയും വരുണും എല്ലാവരും കൂടെ ആ വഴിക്ക് വരുവാണ്. അപ്പോഴേക്കും അവർ ആ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, കപ്പിൾസിനെ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് പറയുമ്പോൾ സ്റ്റാഫ് പറയുകയാണ് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയേക്കുക, കുറച്ച് സമയം എടുക്കും എന്ന്, അതാ ഞങ്ങളും വെളിയിൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരെല്ലാം പരസ്പരം കളിയാക്കി പറയുന്നുണ്ട്, നേരെ പുതുമോടികളാണെങ്കിൽ കുറച്ചേറെ സമയം എടുക്കും ചേഞ്ച് ചെയ്യാൻ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതിനിടയ്ക്ക് വരുൺ ചോദിക്കുവാണ് ഇതുപോലൊരു സെറ്റപ്പ് എൻ്റെ മുറിയിലും കൂടെ ചെയ്ത് തരാമോ, ഇതാ മുറിയെന്ന് കാണിച്ചു കൊടുക്കുവാണ്. അപ്പോഴേക്കും സ്റ്റാഫ് പറയുകയാണ് അതിനെന്താ സാർ അറേഞ്ച് ചെയ്യാമല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പ്രിയ വരുണും രേഖയ്ക്കും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് പ്രിയ മുറിയിലോട്ട് കയറുവാണ്. അങ്ങനെ ആ സമയത്തേക്ക് നമ്മുടെ ഗീതവും ഗോവിന്ദും റെഡിയായിട്ട് പുറത്തെത്തി കഴിയുമ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ ഒരു ഒച്ചയൊക്കെ കേട്ടെ, അല്ല അത് നിങ്ങളെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്ന പുതുമോടികളാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് പറയാം അതെവിടെ അവരുടെ മുറി എന്ന് പറഞ്ഞാൽ അതിനെന്താ പോയി കാണാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങുന്നു കേട്ടോ. അപ്പോൾ ഗീതു എന്ന് വാതിലെ മുട്ടുമ്പോഴേക്കും ഗീതു എന്ന് വലിച്ചുകൊണ്ട് വരുവാണ്. അപ്പോഴേക്കും രാധികാമ്മ വെളിയിൽ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ രാധികാമ്മ ഇവരെ കാണുന്നില്ല. രാധികാമ്മ ഇതാരാ വാതിലെ വന്ന് മുട്ടിയെന്നുള്ള രീതിയിൽ നിൽക്കുക. അത് കഴിഞ്ഞ് അവരതിലെ കൂടെ പോകാൻ നേരത്ത് ഗീതു പറയുന്നുണ്ട് ദേ കണ്ണൻ ഇവിടെയും എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് അതിനല്ലേ കണ്ണൻ ഇതിൻ്റെ കൂടെ നടക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് ഈ കണ്ണനല്ല സാക്ഷാൽ കണ്ണൻ, ദേ നോക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരോടെ പ്രാർത്ഥിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആ സമയത്ത് വരുൺ പുറകെ കൂടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവരാരും പരസ്പരം കാണുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഗീതു പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്കും രഞ്ജുവിനും വേണ്ടിയിട്ടാണ്. ഗോവിന്ദാണെങ്കിൽ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യവും ഗീതുവിനോട് ഒരുമിച്ചുള്ള ജീവിതത്തെ പറ്റിയൊക്കെയാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ അവിടെ പോയിരിക്കുമ്പം നമ്മുടെ ഗീതു ചോദിക്കുന്നുണ്ട് എന്താ ഗോവിന്ദേട്ടൻ പ്രാർത്ഥിച്ചേ എന്നങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് അത് പുറത്ത് പറയാൻ പാടില്ല, ഇത്രയും കാലം ഒരു ബ്രഹ്മചാരിയായിട്ട് ഞാൻ ജീവിക്കണം എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ ദിവസം ഞാൻ അയ്യപ്പേട്ടനോട് പറഞ്ഞു അപ്പം കണ്ടില്ല എൻ്റെ ഫലം പോയത് എന്ന് പറഞ്ഞ പോലെ ഇരിക്കും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഗീതു പറയാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഈ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ, എന്തൊക്കെ കാരണമുണ്ട്, ഞാൻ അമ്മയ്ക്ക് രഞ്ജുവിനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ പിന്നെ വേറൊരു കാര്യം പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഗീതു പറയുക എനിക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറയും, നിനക്ക് വേണ്ടിയല്ല, ഒരു 10 മാസം കഴിയുമ്പോൾ ഒരു കൊച്ചു ഗീതുവിനെ തന്നേക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ മിണ്ടായിരിക്കുന്ന കാണുമ്പോൾ ഗോവിന്ദ് ഓർക്കോ നാണം വന്നിട്ടായിരിക്കും എന്നോർത്ത് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഗീതു ഇങ്ങനെ ദേഷ്യപ്പെടുവാണേ. നിങ്ങളോട് ആരും പറഞ്ഞു കൊച്ചു ഗീതുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്കൊരു അമ്പാടിക്കണ്ണനെയാണ് വേണ്ടത്, ഞാൻ അതാ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയാം ഞാനിപ്പോൾ എന്തായാലും ആദ്യം പ്രാർത്ഥിച്ചു പോയല്ലോ, ഇനിയിപ്പം നീ പ്രാർത്ഥിച്ച് രണ്ടാമത് വല്ലതും നോക്കാം എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയാം ഇല്ല ഇപ്പം തന്നെ ഞാനും പോയി പ്രാർത്ഥിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഒരു കൊച്ചു ഗീതു ആണെങ്കിൽ അവളെ രാധു എന്ന് വിളിക്കാം, രാധികാമ്മയുടെ പേരിട്ട് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് ഗീതുവിന് ദേഷ്യം വന്നിട്ട് ഗീതു പറയാം ഞാനിപ്പം തന്നെ പോയി പ്രാർത്ഥിക്കും, കൊച്ചു ഗീതു ഉണ്ടാവാതിരിക്കാൻ എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അങ്ങനെ ഗീതു അവിടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. പ്രാർത്ഥിക്കാൻ നേരത്ത് ഗീതു ഇതൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്, ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാത്രം തരണേ ഞങ്ങൾക്ക് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇവരെ കൊച്ച കേട്ട് ഗീതു തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കാണുവാണ് കേട്ടോ. ഞെട്ടിയിട്ട് ഗീതു പെട്ടെന്ന് തലയിൽ ഷാളൊക്കെ ഇട്ട് പഞ്ചാബികൾ ഇരിക്കുന്ന പോലെ നിലത്തോട്ടങ്ങിയിരിക്കുവാണ്.
അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, നീ ആ കൊച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, നീയും ചെന്ന് പ്രാർത്ഥിക്കുക പ്രിയ മോളെ എന്ന് പറഞ്ഞാൽ പ്രിയേനെയും തള്ളി വിടുവാണ് കേട്ടോ. അങ്ങനെ പ്രിയയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പുറകെ വന്ന് നിൽക്കുമ്പോൾ ഗീതു എൻ്റെ പൊന്നെ പെട്ടോ ഇനി പിടിച്ചോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് ഗീതു അവിടെ ഒളിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.